ഹലോ, രുചിവിസ്മയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ദം ഗീ റൈസാണ്. നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. കൈമ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ബസ്മതി റൈസ് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാം. ഇപ്പോൾ 4 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കപ്പിൽ 4 കപ്പ് റൈസ്. ഈ അരി ഞാൻ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. നാട്ടിൽ കിട്ടുന്ന റൈസ് നമുക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗീ റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ ഒരു ചെറിയ ജാതിപത്രിയും പിന്നെ ഒരു തക്കോലത്തിൻ്റെ പീസ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ സ്പൈസസിൻ്റെ മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. ഒരുപാട് സവാള ചേർക്കരുത്. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം 1 ടേബിൾ സ്പൂൺ സവാള മതി. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത പോലെ എടുക്കണം. അപ്പോൾ ഈ റൈസ് വറുക്കുന്ന പാകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിവശത്ത് നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് റൈസ് പൊട്ടി പൊട്ടി വരുന്ന ഒരു പാകം, അതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ഇതൊന്ന് ഇളക്കി വറുത്തെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ റൈസ് ഒന്നിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് 4 കപ്പ് റൈസിന് 8 കപ്പ് വെള്ളമാണ്. അത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ടൊന്ന് വറുത്ത് അടിവശമൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്താണ് അതുകൂടെ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ഇത്തിരി അളവ് മുന്നിട്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ മതിയാവും. ചോറ് നല്ല വൈറ്റ് കളറിലും അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒട്ടും കുഴഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ ഈ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ ഒരു പേടി ഉണ്ടാവും. വറ്റിച്ചെടുക്കുമ്പോൾ വേവ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലാത്തവരാണെങ്കിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് റൈസ് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റൈസ് നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അടിവശത്തുനിന്ന് ഒരു കുറച്ചുകൂടെ വെള്ളം വറ്റാനേ ഉള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. ഒരു 3/4 ഭാഗം വേവിലാണ് നമ്മൾ ഈ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ദമ്മിൽ കിടന്ന് ഒന്നുകൂടി വേകും. അപ്പോൾ അതനുസരിച്ച് ഒരു 80% വേവ് മതിയാവും. ഇനി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ തവി ഇട്ടൊന്നും ഇളക്കി മിക്സ് ചെയ്യേണ്ട. അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റൈസൊക്കെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇതൊന്നും ഇങ്ങനെ അടച്ച് തന്നെ വയ്ക്കുക. ബാക്കിയുള്ള വേവ് അതിൽ നിന്ന് തന്നെ ആയിക്കോളും. ആ സമയത്ത് നമുക്കിതിലേക്ക് സവാള അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ളു പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിസ്ത റെഡിയാക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടും പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കരുത്, ഒരല്പം മാത്രം ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ചെറിയ തീയിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക. ഈ സ്റ്റെപ്പ് നമ്മൾ റൈസ് വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ തലേ ദിവസം സമയമുള്ളപ്പോഴൊക്കെ ആണെങ്കിലും ചെയ്തിട്ട് എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയും. ഇതുപോലെ നന്നായിട്ട് കളർ ചേഞ്ചൊക്കെ ആവുന്ന ഈ ഒരു സമയത്ത് ഇതിനി കോരി മാറ്റണം. ഇത് നന്നായിട്ടൊന്ന് മൂക്കും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ നിൽക്കരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കുമ്പോൾ ഭയങ്കര കയ്പും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സവാളയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഒരു 2 സവാള വരെ ആവാട്ടോ.
ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള എടുത്തു എന്ന് മാത്രം. അതുപോലെ ഇതിൽ ചേർക്കുന്ന കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഓവർ ആവരുത്, എന്നാലും ഒരു കണക്കനുസരിച്ച് എടുക്കാം. ഇപ്പം ഞാനൊരു ചെറിയ കൈപ്പിടി മുന്തിരി എടുത്തിട്ടുണ്ട്, അതേ അളവിൽ തന്നെയാണ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് അങ്ങനെ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കിസ്മിസ് നല്ലപോലെ ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും അതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ആ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഞാൻ ഒരു കൈപ്പിടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും ഒന്ന് ഇതുപോലെ ഗോൾഡ് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതും മാറ്റാം. അപ്പോൾ ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ആയി കിട്ടും. അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങോട്ട് മൂക്കാൻ നിൽക്കരുത്. ചെറിയൊരു കളർ വരുമ്പോഴത്തേക്കും തന്നെ മാറ്റുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി റൈസ് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഒരല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നെയ്യുടെ അളവൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ചിലർക്ക് നെയ്യുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ കുറച്ച് ഉപയോഗിക്കുക. പിന്നെ ഗീ റൈസൊക്കെ ആകുമ്പോൾ കുറച്ച് എന്തായാലും വേണമല്ലോ നെയ്യ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ലെയർ റൈസ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് റൈസ് ഒന്ന് നിരത്തി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഒരല്പം മാത്രം ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, ഒരു അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത്തിരി ക്യാരറ്റ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത്തിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിത്തിരി നെയ്യ് കൂടി ഇതുപോലെ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള റൈസ് നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എത്ര ലെയറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ലെയറിൽ തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 3 ലെയറിൽ ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ള റൈസ് ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത സവാളയും അണ്ടിപ്പരിപ്പും അതുപോലെ മല്ലിയില, പുതിനയില, ക്യാരറ്റ്, ഇത്തിരി നെയ്യ് ഇതുപോലെ ചേർത്തിട്ട് വീണ്ടും റൈസ് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ 3 ലെയറിലും റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ അല്പം കളറും പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസ് ഓപ്ഷനിലാണ് കേട്ടോ. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2-3 ഡ്രോപ്സ് മതിയാവും കേട്ടോ. പിന്നെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഗീ റൈസിൻ്റെ അതേ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വേണമെങ്കിൽ ഇത്തിരി പൈനാപ്പിളിൻ്റെ എസൻസും അതുപോലെ കളറൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് പശുവും പാലിലാണ്, തേങ്ങാപ്പാലിലല്ല. പശുവും പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നതിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. തേങ്ങാപ്പാലിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അല്പം ക്യാരറ്റ് ഇടുക. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള അതെല്ലാം കൂടി ഇട്ടു. കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഏറ്റവും മുകളിലത്തെ ലെയറിൽ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അല്പം നെയ്യ് ഒഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് നെയ്യ് വേണം, എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴൊന്നും ഇല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. ഇനി സ്പെഷ്യലായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പീസ് ബട്ടർ കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബട്ടർ വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു പ്രത്യേക ഫ്ലേവറുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പീസ് ബട്ടർ ഇതുപോലെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുത്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അലുമിനിയം ഫോയിൽ ഇല്ലാന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു തവ എടുക്കുക, പഴയ ഒരു തവ എടുത്താൽ മതി കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന ഒരു തവ എടുക്കുക, ദോശ ചുടുന്ന തവയൊന്നും എടുക്കരുത്, ഇച്ചിരി ഹാർഡായ തവ എടുക്കുക. ഇതിലൊരു 15 മിനിറ്റ് നേരം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ മുകൾ വശത്ത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടാവണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ദേ നല്ലൊരു മണവും നല്ലൊരു എന്താ പറയുക, കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പ് ഒട്ടും തന്നെ ഇതേ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ഗീ റൈസാണ്. ദം ചെയ്തെടുത്തുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് നല്ല കളറായിട്ടുള്ള ചോറും, അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് വിളമ്പി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു പാത്രത്തിലേക്കൊക്കെ വിളമ്പി നല്ല ഷേപ്പിൽ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതുകൂടി ഒന്ന് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ മറക്കില്ലല്ലോ.
അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.